കിളിമത്തി ഞാൻ വീട്ടിലുള്ള ഒരു ദിവസം കേട്ടോ. സോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പം പറഞ്ഞ പോലെ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചാട്ടോ. ചീര ഉണ്ടായിരുന്നു, കൊച്ചിനെ പറ്റിക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും ഇനി എന്നോട് ചോദിക്കരുത്, ഇനി എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഒടുക്കത്തെരുവായിരുന്നു. പക്ഷെ പാവം കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ വെള്ളം വന്നെങ്കിലും സഹിച്ചത് കഴിച്ചു കേട്ടോ. അത്രക്കും ബിരിയാണി പ്രാന്തിയാണ് എൻ്റെ കൊച്ച്. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ചീര, ഇതിനിവിടെ പറയുന്നത് സാമ്പാർ ചീര എന്നാട്ടോ. ഇതിനിങ്ങനെ ഒരു ഗുളുഗുളു എഫക്റ്റ് ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ഇത് ഞാനും ആദ്യമായിട്ടാണ് കണ്ടത്. അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടതാണ്. അതിനുശേഷം മറിയ ബേബിനെ കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം നമുക്കിന്നൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു. നമ്മളുടെ അഖിൽ ചേട്ടൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അതായത് നമ്മുടെ ലക്ഷ്മി കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടിക്ക് ഇന്ന് 7 വയസ്സ് ആയിരിക്കുകയാണ്. സോ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് ലോഡ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ലിറ്ററലി ഒന്നും ട്രൈ ചെയ്യാനായിട്ടുള്ളൊരു മൂഡിലായിരുന്നില്ല. അതായത് എനിക്കൊരു ചെറിയ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. സോ ഐ വാസ് ടോട്ടലി കുറച്ച് ടയേർഡായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പറ്റിയ പോലെ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരുമായിട്ട് ഹാങ് ഔട്ടൊക്കെ ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്. കുഞ്ഞിനെ കാണാൻ പറ്റി, നല്ലൊരു ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റി, നമ്മളെ ഫാമിലി എല്ലാവരുമായിട്ടൊന്ന് കൂടി. അങ്ങനെ ലിറ്ററലി ഇന്നൊരു നല്ല ഡേ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്ന്.